വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാകിസ്ഥാനി സ്റ്റൈല് ഡിഷുമായിട്ടാണ്. കാമൽ കറാഹി. ഇത് നമുക്ക് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ നാടൻ കറികളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 1/2 kg ക്യാമൽ മീറ്റാണ്. നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു മീറ്റാണ് ക്യാമൽ മീറ്റ്. അപ്പോൾ ഇത് കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മട്ടന്, ബീഫ്, ചിക്കൻ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തത്, 2 തക്കാളി 4 ആക്കി മുറിച്ചത്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 പച്ചമുളക്. ഇവിടെ ഞാൻ 1.5 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, കുറച്ച് കസൂരി മേത്തി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് തൈര് വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ക്യാമൽ മീറ്റ് ഭയങ്കരമായിട്ട് വേവ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കുക്കറിലിട്ടിട്ട് അടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ക്യാമൽ മീറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കുറച്ച് നേരം ആകുമ്പോഴത്തേന് ഇതിൻ്റെ മീറ്റിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വരും. അതുപോലെ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ഇപ്പോൾ ഈ മീറ്റിൻ്റെ കളറൊക്കെ മാറി വന്നിട്ട് ഇതിലത്തെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ മീറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഉള്ളി വാടുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മീറ്റിലുണ്ടായിരുന്ന വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ 4 ആക്കി മുറിച്ചാൽ മതി. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 3 പച്ചമുളക് ജസ്റ്റ് നടുവൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മീറ്റ് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 10 വിസിലടിപ്പിക്കേണ്ടി വരും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ വെള്ളം തീരെ ഒഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അടി പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് 1 കപ്പോ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 10 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവി പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇതിലൊഴിച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ 4 പീസാക്കിയിട്ടാണ് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തക്കാളിയുടെ സ്കിന്നൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അത് സെപ്പറേറ്റ് ചെയ്യാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്കിന്നൊക്കെ എല്ലാതും എടുത്തിട്ടൊന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ കുക്കറിൽ നിന്ന് ജസ്റ്റ് ഒരു പാനിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ അത്ര ഗ്രേവി ഇല്ല. അപ്പോൾ ഗ്രേവി ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ അത്ര ഗ്രേവി ആക്കുന്നില്ല. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക. എല്ലാ പൊടികളും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ മീറ്റും മസാലപ്പൊടികളും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളെല്ലാതും നന്നായിട്ട് ഈ മീറ്റിൽ നന്നായിട്ട് പിടിക്കണം. അതുപോലെ തന്നെ ഈ പൊടികളുടെ എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ പൊടിയും മീറ്റും തമ്മിൽ മിക്സായി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 1/2 കപ്പ് തൈര് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്തി കൊടുക്കുക. ഇപ്പോൾ ഗ്രേവി വരേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ കൂടെ ഒപ്പം. ഞാൻ അത്ര കറി ടൈപ്പ് ആക്കുന്നില്ല, കുറച്ചൊരു തിക്ക് ഗ്രേവി പോലെയാണ് ആക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സെറ്റാവാൻ വെക്കുക.
ഞാനിത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്തതാണ്. ഇതിപ്പോൾ തൈരും അതുപോലെ തന്നെ മീറ്റും ഒക്കെ കൂടെ മിക്സായി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഓയിലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്യാമൽ കറാഹി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ തുടങ്ങാം. ഇത് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ ഈ കറി നല്ല വെറൈറ്റി ടേസ്റ്റാണ്. ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും അതുപോലെ തന്നെ ബീഫ് മട്ടനൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്ന ഒരു കറിയാണ്. നാടൻ കറീനെക്കാട്ടും കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും അതുപോലെ തന്നെ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കമൻറ്റ്സൊക്കെ അറിയിക്കാം. താങ്ക്